നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ ഇന്ന് ടി വി ചാനലുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ചാകരയാണ്. പത്രദൃശ്യ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഓരോ നേതാക്കന്മാരും അവരുടെ അഭിപ്രായങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം വന്നത് ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ രണ്ടാമത് വന്നത് സ്വരാജാണ്, മൂന്നാമത് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും അതേപോലെ നേരത്തെയുള്ള MLA PV അൻവറും സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ വിജയരാഘവൻ, ഏത് വിജയരാഘവനാ? അശ്ലീല വിജയരാഘവൻ മുമ്പ് രമ്യ ഹരിദാസിനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പ്രതികരിച്ച് എവിടെ വിജയരാഘവൻ എടുത്തുന്നുണ്ടോ അവിടെയൊക്കെ തോൽവി സമ്മാനിച്ച്, അല്ലെങ്കിൽ സ്വയം ഇലക്ഷൻ നിൽക്കുമ്പോഴും തോറ്റ് തുന്നമ്പാടി നടക്കുന്ന ഒരു വിജയരാഘവൻ. പിണറായി വിജയൻ്റെ അർത്ഥാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവാണ്. എല്ലാവിധത്തിലും പിണറായി വിജയൻ്റെ അഴിമതിക്ക് കൂട്ട് നിൽക്കുന്ന ഒരു ചങ്ങാതിയാണ് വിജയരാഘവൻ. അങ്ങനെയുള്ള വിജയരാഘവൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തി, ഒന്ന് കേട്ട് നോക്കാം. ഇവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് UDF ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇത് ചാക്ക് കയറ്റി അൻവറിനെ കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ച് അവരുടെ വഴിക്ക് പോയിരിക്കുകയാണ്. ഒരാളോട് പൊതുരംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ജീവിതത്തിലായാലും ചെയ്യാൻ പാടില്ലാത്ത നിഷ്ഠൂര പ്രവർത്തനമാണ് UDF അൻവറിനോട് ചെയ്തത്. ഇനിയിപ്പോൾ അൻവർ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു, എന്നാൽ പിന്നെ UDF ജയിക്കും. UDF നിലമ്പൂരിൽ തോൽക്കും എന്നുള്ള ഒരു പുതിയ സംഭവമില്ല. 2 തവണ തോറ്റ് കഴിഞ്ഞിരിക്കുക. 2 തെരഞ്ഞെടുപ്പിൽ UDF തോറ്റല്ലോ. 2 തെരഞ്ഞെടുപ്പ് തോറ്റ UDF മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലോ ന്യായമായി തോൽക്കും, കൂടിയ ഭൂരിപക്ഷത്തിൽ തോൽക്കും. അതിന് സഹായകരമായ മറ്റൊട്ടേറെ ബോധ്യ പശ്ചാത്തലം നിലമ്പൂരിൽ നിലനിൽക്കേണ്ടത്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. UDF തോൽപ്പിക്കുന്ന UDF ഘടകങ്ങളൊന്നും ചെയ്യാതെയിട്ടില്ല, അതോടെ നിൽക്കും. ആ ഘടകങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സഹായിക്കും അൻവറിന്റെ സ്ഥാനത്ത്. എന്താ മൂപ്പര് പറഞ്ഞത് വളരെ രസകരമായ കാര്യമാണ്. ഈ ഒരു വർഷക്കാലമായിട്ട്, ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പിന്നെ നമ്മുടെ അൻവറിനെ തലയിൽ കയറ്റി നടന്നിട്ട് ചാക്കിൽ കെട്ടി നടന്നിട്ട് അവസാനം പുഴയിൽ തള്ളി എന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയനെ തലയിൽ കയറിയിരുന്ന ഒരാളാണ് ആര്? അൻവർ. എന്നിട്ട് ചെവി നുള്ളിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോഴും ചെവി നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആർക്ക് പറയാനില്ല? നമ്മുടെ ആ വിജയരാഘവനില്ല. ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയാട്ടെ. ഇത് സ്വരലയ അഴിമതി വീരൻ, നമ്മുടെ അനഘയുടെ ബലാത്സംഗ വീരൻ എന്നൊക്കെ പറയുന്ന, അനഘയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന MA ബേബിയാണ്. എന്താ പറയുന്നത് നോക്കാൻ വെക്കുക. PV അൻവറിൻ്റെ നീക്കത്തെ നമ്മൾ ഒരു തരത്തിലും പ്രത്യേകിച്ച് നോക്കിക്കാണേണ്ടതില്ല. PV അൻവർ എന്താണെന്നുള്ളത് നിങ്ങൾ ഒക്കെ കുറേ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പത്തിൻ്റെ കരുത്തോടുകൂടി യുവതയുടെ പ്രതീക്ഷയായി നാടിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ടവനായി സ്വരാജ് എന്ന സ്ഥാനാർത്ഥി, CPIMൻ്റെ കരുത്തനും പ്രഗത്ഭനുമായ ജനകീയനായ സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിലമ്പൂർ സീറ്റ് ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് രക്തസാക്ഷി സഹ കുഞ്ഞാലിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കരുത്തുപകരുന്ന ഒരു വിധിയെഴുത്ത് നിലമ്പൂരിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. രാജിവെച്ച് ശ്രീ അൻവർ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതിന് ആ അർത്ഥത്തിൽ ശ്രീ അൻവറിനോട് നന്ദി പറയാനാണ് എനിക്ക് തോന്നുന്നത്. BJP കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായോ പ്രസക്തമായ സാന്നിധ്യമായിട്ടോ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ മുമ്പ് നിയമസഭയിൽ അവർക്ക് ഒരു സീറ്റ് കിട്ടി BJPക്ക്. അവിടെ UDFൻ്റെ വോട്ട് മാറിക്കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ സീറ്റ് തിരുവനന്തപുരത്തെ ഒരു മണ്ഡലത്തിൽ നിന്നും, നേമം മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത്. UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടെല്ലാം BJPക്ക് കച്ചവടം ചെയ്യാതിരുന്നപ്പോൾ അവിടെ LDF ജയിച്ചു. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും BJPക്ക് ഒരു സീറ്റ് കിട്ടിയതും ഇതുപോലെ തന്നെയാണ്. UDFൻ്റെ വോട്ട് നഷ്ടപ്പെട്ടിട്ടാണ്. ആ വോട്ടാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമായിട്ട് മാറിയത്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 16,000-ലധികം വോട്ട് അധികം കിട്ടുകയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ നിലമ്പൂരിൽ BJPക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് വിചിത്രമായ പല തീരുമാനങ്ങളും BJPയുടെ ഭാഗത്തുണ്ടാകും. മതിയല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ?
എനിക്ക് സ്വരാജിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ, മറ്റവരെ കുറിച്ചൊന്നും പറയാനില്ല. പറഞ്ഞാൽ തിരിച്ചടി കിട്ടും. മൂപ്പരെ എല്ലാ സ്വരലയ അഴിമതി കഥകളും അതേപോലെ ഈ അനഘയുടെ ബലാത്സംഗവും അങ്ങനെയുള്ള സകല സാധനങ്ങളും പുറത്തു വരും. മുമ്പ് അദ്ദേഹത്തെ കയറ്റി വിസ്തരിച്ചപ്പം ഉള്ള ജീവനം കൊണ്ട് ഓടിപ്പോയതാണ്. ഇപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ആയതോട് കൂടിയിട്ടാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. പോട്ടെ, എന്താണ് നിലമ്പൂരിലെ സ്ഥിതി ശരിക്കും? നിലമ്പൂരിൽ കോൺഗ്രസും ലീഗും ഒത്തൊരുമിച്ച് നിന്നാൽ അവരെ കീഴടക്കാൻ ഒരു ശക്തിയും കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് UDF കൺവീനർ അടൂർ പ്രകാശ് എന്താ പറയുക? ക്ഷീണവുമില്ല, കുറെ കൂടി ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ അൻവർ ഇവിടെ മത്സരിക്കുന്നു എങ്കിൽ അൻവർ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അപകടമുണ്ടാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും അതിൻ്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത്. UDF അഭിപ്രായങ്ങൾ പറയുന്നത് അൻവറിനെ കണ്ടുകൊണ്ടല്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ആയി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ആ ജനവികാരമായി കണ്ടുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തന രംഗത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കും. ആ കാര്യത്തിൽ ഒരു അടൂർ പ്രകാശ് പറയുന്നതിനെക്കാട്ടും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആരാറിയോ? കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞിട്ടേ മറ്റൊരാളെ വാക്കുള്ളൂ. അതായത് മുസ്ലിം ലീഗിൻ്റെ ശക്തി അവിടെ കൃത്യമായി പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടിക്കും ജയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ എപ്പോഴും മുസ്ലിം ലീഗുമായി ഒരു വിള്ളലുണ്ടാകും. എന്നാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ കുഞ്ഞാലിക്കുട്ടി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. നമുക്ക് അദ്ദേഹം പറയുന്നതും കൂടി ഒന്ന് കേട്ടു നോക്കാം. നേതാക്കളും MLA-മാരും MP-മാരും അങ്ങനെ ചുമതലയുള്ള നേതാക്കന്മാരും ഒക്കെ അടങ്ങിയ യോഗമാണ്. നേരത്തെ സംസ്ഥാന സെക്രട്ടറി റിലീസ് ചെയ്ത പേരുകൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ യോഗമാണ് നടന്നത്. ലീഗ് ഇതിനായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച നേതാക്കളുടെ യോഗമാണ് ഇന്നിവിടെ ചേർന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാഗിച്ച് നൽകി. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. ഫുൾ ടീം സമയബന്ധിതമായി നിലമ്പൂരിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താനും ഞങ്ങൾ ഇന്നു മുതൽ ഇറങ്ങുകയാണ്. പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ചലിക്കും. അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. മറ്റൊരു തിരിഞ്ഞു നോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നീങ്ങും. ചാർജ് കൊടുത്തവരൊക്കെ ഫുൾ ടൈം ഫീൽഡിലുണ്ടാവും. ഞങ്ങളെ പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിലില്ല, മക്കത്താണ്, മെക്കയിലാണുള്ളത്. അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി. ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു. ഇനി നിലമ്പൂർ ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയുമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, ഇറങ്ങാൻ തീരുമാനിച്ചു. അല്ല, അത് വാർത്ത നിങ്ങൾ കൊടുത്തല്ലോ, ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അവിടെ മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. CPM നേതൃത്വം നൽകുന്ന ഇടതു മുന്നണിയും UDFും തമ്മിലാണ്. പിന്നെ വർക്കിൽ UDF ജയിക്കും. ആ ഇലക്ഷനിൽ UDF ജയിക്കും. കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഫൈനൽ. ഏത് അൻവർ? ഇവിടെ ഒരു അൻവറും ഇല്ല, ഒരു സ്വരാജും ഇല്ല. ആപ്പാടുള്ളത് ആര്യാടൻ ഷൗക്കത്താണ്. ഒരു കാര്യം പറഞ്ഞുതരാം, ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിനവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ടാണ് നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത്. അവർ തമ്മിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏകദേശം 1 ലക്ഷത്തിൽ മേതെ വോട്ട് പിടിച്ച സ്ഥലമാണ്
ഈ പറയുന്ന നിലമ്പൂർ. അങ്ങനെ വരുമ്പോൾ ഇത്തവണ 1,00,000 വോട്ട് പിടിക്കണ്ട, ഒരു 80,000 വോട്ട് പിടിച്ചാൽ കൃത്യമായിട്ടും അവിടെ UDF വിജയിക്കും. 20,000 വോട്ട് ഉറപ്പായിട്ടും കിട്ടും ഭൂരിപക്ഷം. ആവറേജാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇന്ത്യയിലെൻസ് റിപ്പോർട്ടിൽ 35,000 40,000 ഒക്കെ പറയുന്നുണ്ട്. പിണറായി സർക്കാരിനെതിരെ അവിടുത്തെ ജനങ്ങൾ രോഷം കൊള്ളുകയാണെന്നും ആ ഭരണത്തിനെതിരെയുള്ള ശക്തമായ വികാരമാണ് മണ്ഡലത്തുടനീളം ഉള്ളതെന്നുമാണ് പറയുന്നത്. നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഇനി ആകെ 19 ദിവസമല്ലേ ഉള്ളൂ, ഇനിയുമുണ്ട് ആഘോഷങ്ങൾ. ഈ ആഘോഷം 19 ദിവസമേ നമുക്ക് ഈ കോമാളിത്തരങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു തമാശയാണ്, അപ്പച്ചൻ്റെ ഒരു തമാശയാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ഇലക്ഷൻ കൊണ്ടുവന്നത് ആരാണ്? അൻവറാണ്. അൻവർ വീണ്ടും മത്സരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അവിടുത്തെ ജനങ്ങളെ സമ്മതിക്കണം. ഓക്കെ.